മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലി താൻ രണ്ടുപേരെ കൊലപ്പെടുത്തി എന്ന് പോലീസിനോട് പറയുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യത്തേത് കൂടരഞ്ഞിയാണ്, രണ്ടാമത്തേത് കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്താണ്. അതായത് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. 1989 കോഴിക്കോട് വെള്ളയിൽ ഇങ്ങനൊരു കൊലപാതകം താൻ നടത്തി എന്ന് താനും തൻ്റെ സഹായിയായ അല്ലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കഞ്ചാവ് ബാബുവും ചേർന്നാണ് ഒരാളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. അന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ CI സുഭാഷ് ബാബുവാണ്. അന്നത്തെ നടക്കാവ് CIയും അതുപോലെ തന്നെ റിട്ടയർഡ് SP-യുമായ സുഭാഷ് ബാബു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് യഥാർത്ഥത്തിൽ ഈ കേസ് എങ്ങനെയായിരുന്നു പോയിരുന്നത്? താങ്കൾ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയിരുന്നത്? ഞാൻ അവിടെ നടക്കാവ് CI ചെല്ലുന്നതിന് മുമ്പുള്ള കേസാണ്. അപ്പം അതിൻ്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തുന്ന മുമ്പുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഫയൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പിന്നെ മരിച്ച ആൾ ആരാന്നറിയില്ല, പ്രതി ആരാന്നറിയില്ല, സാക്ഷിയില്ല, സാഹചര്യത്തിലൊന്നും ഈ കേസിൻ്റെ അന്വേഷണത്തിന് മുന്നോട്ട് പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലീഡ്സും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കേസ്. അപ്പോൾ ആ കേസിൽ പിന്നെ പോലീസിൻ്റെ അന്വേഷണത്തിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊക്കെ കുറേയൊക്കെ അവർ നേരത്തെ എടുത്തിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒക്കെ അന്വേഷിച്ച് പിന്നെ ഈ പേപ്പറിലൊക്കെ നേരത്തെ കൊടുത്തിരുന്നു. അത് പ്രകാരം ആരും അന്വേഷിച്ച് വന്നില്ല. പിന്നെ ഞങ്ങൾ ക്രൈം കാർഡ് അയക്കുക, ക്രൈം ആൻഡ് ഒക്കറൻസ് CUNO ഷീറ്റ് എന്ന് പറയുന്നുണ്ട്, അതിനകത്ത് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വിവരങ്ങളൊക്കെ അറിയിച്ച് അവിടെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അങ്ങനെയൊന്നും ആർക്കും മിസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ അന്വേഷിക്കാൻ ഈ പത്ര റിപ്പോർട്ട് പ്രകാരം അന്വേഷിച്ച് വരാനോ ആരുമില്ല. 36 വർഷമാണ് തോന്നുന്നത്. അത്രയും വർഷത്തെ കേസ് ഫയലൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല. ഇപ്പോൾ അവിടെ അത് ഇല്ലയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കേസുകൾ പിന്നെ നമ്മൾ ഈ കേസ് അന്വേഷിച്ച് നോക്കി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നോക്കിയിട്ട് യാതൊരു രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് കാണുമ്പോൾ അതിനെ നമ്മൾ തുമ്പുണ്ടാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺഡിറ്റക്റ്റഡ് എന്നുള്ള രീതിയിൽ UD എന്നുള്ള രീതിയിലേക്ക് മാറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൺഡിറ്റക്റ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് ആ ഒരു ലിസ്റ്റുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോഴവരൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അന്നൊക്കെ ലിസ്റ്റുണ്ട്. ഇൻസ്പെക്ഷൻ ടൈമിൽ അത് സീനിയർ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് നോക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ കേസ് ഫയലൊക്കെ പ്രത്യേകം വെച്ചിട്ട് ആ കേസിലൊക്കെ ബൈമന്ത്ലി ഇൻവെസ്റ്റിഗേഷൻ 2 മാസത്തിലൊരിക്കൽ ഇത് വിസ്മൃതിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 മാസത്തിലൊരു പ്രാവശ്യം ഇതിന് അന്വേഷണം നടത്തണമെന്നും അതിനകത്ത് എന്തെങ്കിലും വിവരം കിട്ടിയോന്നോ ഇല്ലയെന്നുള്ള വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി കേസ് ഡയറി എഴുതണമെന്നും നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അത് കുറേ നാളിങ്ങനെ പോയി കഴിഞ്ഞ് ഇപ്പം കുറേ വർഷം കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ അടുത്ത് മിസ് ചെയ്താൽ പിന്നെ അങ്ങ് മിസ്സായി പോകും. അങ്ങനെ പോയതായിരിക്കും ഇത്. അതുപോലെ തന്നെ സാർ, ഈ കഞ്ചാവ് ബാബുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു എറണാകുളം സ്വദേശിയാണ് എന്ന് മാത്രമാണ് മുഹമ്മദ് അലി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അയാളെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നു. അല്ല, ഈ കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞ പാർട്ടി അങ്ങനൊരു ബാബു കഞ്ചാവ് കച്ചവടം ചെയ്യുന്നതായിട്ട് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അത് ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ അത് ഈ അടിവാരം ജോസ് എന്ന് പറഞ്ഞ അന്ന് പ്രസിദ്ധമായൊരു കഞ്ചാവ് വെച്ചെടുക്കുക, അവന് റൗഡിയൊക്കെ ആയിരുന്നു അവൻ. അപ്പോൾ അയാൾക്ക് കുറേ സിൽബന്ദികളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ കേട്ടോ. അപ്പോൾ അയാൾ പിന്നെ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ചുറ്റിപ്പറ്റി ഏതെങ്കിലും രീതിയിൽ മുമ്പ് ഏതെങ്കിലും കേസുകളുണ്ട്? അതിപ്പം പോലീസ് സ്റ്റേഷനിലെ കേസുകൾ പരിശോധിച്ച് നോക്കി അന്നത്തെ കഞ്ചാവ് കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ മിക്കവാറും പല കേസുകളിലും പ്രതിയായിട്ടുണ്ടാവും. ഈ ടൗണിലുള്ള നമ്മുടെ ഈ കോഴിക്കോട് സിറ്റിയിലുള്ള പല സ്റ്റേഷനുകളിലും ഒരുപാട് എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഈ കഞ്ചാവ് കേസിൽ പ്രതിയാണോ എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഫെയർ ഇൻഡെക്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊരു ഫെയർ ഇൻഡെക്സ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കഞ്ചാവ് കേസുകളിൽ ഇങ്ങനെ ഒരാൾ പ്രതി ഉണ്ടോ എന്ന് നോക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ അന്ന് ബംഗ്ലാദേശിൽ താമസിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ സാറുടെ ഒരു നിഗമനം അനുസരിച്ച് ഈ ബാബു ബംഗ്ലാദേശ് കോളനിയിൽ ഒരു കഞ്ചാവ് ബാബു ഉണ്ടായിരുന്നു അവിടെ. അത് ഈ ജോസിൻ്റെ ഗ്രൂപ്പിൽ ഒരു ബാബു ഇങ്ങനെ ഒരു കക്ഷിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ പഴയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഞാൻ ഇവിടെ അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു സാറെന്ന് അവർ പറഞ്ഞു. അവർക്കും അങ്ങനെ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ പേരുകളുണ്ട് അവർ പറയുന്നത്. ഒരു ദിനേശനുണ്ടായിരുന്നു, കുറേ സ്ട്രോങ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല, സാധ്യതയില്ല. കാരണം അവരുടെ ഈ എന്ന് പറഞ്ഞ താളം തെറ്റിയ ജീവിതത്തിനൊന്നും അന്ന് തന്നെ 10, 25, 30 വയസ്സുണ്ടാവും. 30 പിന്നെ ഈ 36 കൊല്ലം കഴിയുമ്പോൾ അത്രയും കൊല്ലമൊക്കെ അങ്ങനെയുള്ളവരൊന്നും ജീവിക്കാൻ സാധ്യതയില്ല. അപ്പം മറ്റേ ജോസ് തന്നെ 54, 55 വയസ്സാകുമ്പോൾ മരിച്ചുപോയി. അപ്പം അതിൻ്റെ ഭാര്യയും മരിച്ചുപോയി.
അപ്പോൾ അത് കൊണ്ട് അങ്ങനെ ഈ ആളെ എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ അയാളുടെ അഡ്രസ്സ് കിട്ടും, അത്രയേ ഉള്ളൂ. അയാളെ കിട്ടിയാൽ ഈ ചിലപ്പോൾ പോലീസ് അയാൾ എറണാകുളം സ്വദേശിയാണെന്നാണ് മുഹമ്മദ് അലി പറഞ്ഞത്. ആകെ മുഹമ്മദ് അലിക്ക് അറിയുന്ന ഒരു കാര്യം അത് തന്നെ. അയാളോട് ചോദിച്ച് കിട്ടുന്ന വിവരമാണ്. പക്ഷെ അത് ഇയാളെ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്താൽ ഇയാളുടെ സ്നേഹിതന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഇയാളുടെ അഡ്രസ്സ് കിട്ടും. പിന്നെ ബാബു ഉണ്ടെങ്കിൽ ബാബു ആണല്ലോ ഇയാൾ ഇന്ന കടപ്പുറത്തുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇയാളുടെ പൈസ പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം ഇയാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു, പൈസ തിരിച്ചു കൊടുത്തില്ല, അത് തിരിച്ചു വാങ്ങണമെന്നുള്ള വാശിയുള്ള ആളായിരുന്നു ഇയാൾ. അതിന് വേണ്ടിയിട്ട് ഇയാൾ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇയാളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാബു ഇയാളെ കണ്ടപ്പം ഇയാളെ വന്ന് പറഞ്ഞിടാ അവൻ ഇന്ന സ്ഥലത്തുണ്ട് പോകാമെന്ന് പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ അത് പറയുന്നത്. അങ്ങനെ ഇവരവിടെ പോയി ചോദ്യം ചെയ്തപ്പോൾ അങ്ങോട്ടും കൂടെ അടിയായി ബഹളമായി. പിന്നെ ഇവർ പിടിച്ചവനെ താഴെ ഇട്ടിട്ട് ഇവൻ കാല് പിടിച്ച് വലിച്ചു, മറ്റവൻ അവനെ ചവിട്ടുക ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ മുഖം അമർത്തിയിട്ട് മണ്ണിൽ അമർത്തിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിനകത്തിൽ ഇങ്ങനെ മണ്ണിൻ്റെ അംശം അവൻ്റെ നോസ്ട്രൽസ്, അതായത് മൂക്കിൻ്റെ ഇതിനകത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു ഓർമ്മ കേട്ടോ. അങ്ങനെ കാരണം ഈ കേസ് അങ്ങനെ ഒരു കേസ് ഞാൻ ആകെ റെഫർ ചെയ്ത് ഇങ്ങനെ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ മിക്കവാറും കിട്ടും, അവർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ അതിന് ഫയലിംഗ് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് 89 ഫയലുകൾ ഒക്കെ പോയി കഴിഞ്ഞാൽ കേസിൻ്റെ ക്രൈം നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റും. അവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവർ നോക്കി കണ്ടുപിടിച്ച് അന്വേഷണമായിരിക്കും ഇനി നടക്കുകയുള്ളൂ. അതിനകത്തുനിന്ന് അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക, അയാളുടെ ശരീരത്തിലെ അടയാളങ്ങളുണ്ടാവും, പിന്നെ ശരീരത്തിൻ്റെ വലിപ്പം ഉണ്ടാവും, സൈസ് ഉണ്ടാവും, കളറ്, പിന്നെ മുടിയുടെ ഇത് അത്രയൊക്കെ അതിനകത്തുണ്ടാവുള്ളല്ലോ. പിന്നെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നുമില്ല, വസ്ത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അതിനകത്തിലുണ്ടാവില്ല. വസ്ത്രത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ ഇൻക്വസ്റ്റിലേക്ക് ആണാവുള്ളൂ. ആ ഇൻക്വസ്റ്റിലെ അതല്ലെങ്കിൽ പിന്നെ ഇത് ആദ്യം അൺനാച്ചുറൽ ഡെത്തായിട്ടാണ് ആയിരിക്കും ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത. അൺനാച്ചുറൽ ഡെത്താണെങ്കിൽ അത് ആദ്യം RDO ഓഫീസിൽ അയക്കും. RDO ഓഫീസിൽ നിന്ന് പിന്നെ 302 ആക്കിയിരുന്നു അന്ന് തന്നെ. 302 ആക്കിയപ്പം പിന്നെ മറ്റേ സാധാരണ കോടതിയിലേക്ക് അയക്കും. അപ്പം SM4 ആണ്, ഇവിടെ JFCM 4 ആണ്. അന്ന് മുതൽ ഇന്നും ഒക്കെ ആ കോടതിയാണ്. അപ്പോൾ അവിടെ വരുന്നു, പോയി അന്വേഷിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടെ ഒരു റിക്വസ്റ്റ് കൊടുത്ത് അവർ പരിശോധിപ്പിച്ചിട്ട് ഇല്ല എന്ന് കോടതി ആയതുകൊണ്ട് ചിലപ്പം അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പിന്നെ പോലീസിൻ്റെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചാൽ ഈ കേസായതുകൊണ്ട് ചിലപ്പം എടുത്ത് കത്തിച്ച് കളയൊന്നുമില്ല. വിവരമുള്ള ആണിത് സോർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കിട്ടിയാലേ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആകാശത്ത് തപ്പിമാരിങ്ങനെ നടക്കും. പിന്നെ ബാബുവിനെ ആരെങ്കിലും കണ്ടോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടൗണിലൊക്കെ പഴയ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെടുത്ത് ചോദിക്കുക, പഴയ ക്രൈം സ്ക്വാഡിലുള്ള പോലീസുകാരുടെ ഒക്കെ നോക്കുക. അതൊക്കെ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വേറെ അല്ലാണ്ട് ഇതിനകത്ത് എന്താ കിട്ടുമെന്ന് നമ്മളങ്ങ് പ്രതീക്ഷിക്കേണ്ട. കിട്ടിയാൽ കിട്ടി, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കേസ് പോലീസിന് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് 39 വർഷം മുമ്പാണ്, അത് കൂടരഞ്ഞിയിലാണ്. ഇപ്പോൾ മുൻ റിട്ടയർ SP ആയ സുഭാഷ് ബാബു പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് വെള്ളയിലാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ രേഖകളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് കോടതിയിലുണ്ടാവാം, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലുണ്ടാവാം. എങ്കിൽ പോലും ഈ മരിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു വെല്ലുവിളി പോലീസിന് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ കഞ്ചാവ് ബാബു ആരാണ് എന്നുള്ള കാര്യത്തിലും അതും കഞ്ചാവ് ബാബുവിനെ കണ്ടെത്താൻ കഴിയുമോ, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, ഇങ്ങനെ പോലീസിന് മുമ്പിൽ ഒരുപാട് കടമ്പകളുണ്ട്. ഇതെല്ലാം നീന്തിക്കയറിയാൽ മാത്രമേ ഇതിൽ കൃത്യമായി തന്നെ ഇങ്ങനെ ഇതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.